QSVയിലെ മോഡ്യൂൾ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഓഫ് ബീം ആണ് ഇന്നത്തെ ടോപ്പിക്. So question: prepare a bar bending schedule of the simply supported beam of size 25 cm and 40 cm shown in figure. All dimensions are in centimeters. Okay, അപ്പോൾ ഇതാണ് ഫിഗർ. ഇത് അതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ബാർ ബെൻഡിങ് ഷെഡ്യൂളിൻ്റെ കുറച്ച് ഫണ്ടമെൻ്റൽ തിങ്സ് ഉണ്ട്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് റീബാർ പെർ മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു d² / 162.2. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ഓഫ് റീബാർ പെർ മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അത് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്ററിലായിരിക്കും. ബട്ട് ഈ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബാർ ആണ്, അത് നമ്മൾ mm-ലാണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 8 mm ബാറിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിക്കൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8² / 162.2 വിച്ച് ഈസ് ഈക്വൽ ടു 0.39 കിലോഗ്രാം പെർ മീറ്റർ എന്ന യൂണിറ്റിൽ നമുക്ക് കിട്ടും. അപ്പം ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബാർ, അതെപ്പോഴും mm-ലാണ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഹുക്ക് ലെങ്ത് ആണ്. ഹുക്ക് ലെങ്ത് എന്ന് പറയുമ്പം ഇതാ ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ചെറിയ പോർഷനാണ് ഹുക്ക് ലെങ്ത്. അത് 180 ഡിഗ്രി ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ 60. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബാർ ആണ്. ഓക്കെ, ഈ കേസിലാണെങ്കിൽ ഇപ്പോൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ഹുക്കാണ്. സോ 6D ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഹുക്ക് ലെങ്ത് ഓഫ് സ്റ്റിറപ്പ് എപ്പോഴും 135 ഡിഗ്രിയിലാണ് ഹുക്ക് ലെങ്ത് ഉണ്ടാവുക. അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഹുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ 12D ആണ്, വേർ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി ബാർ ആണ്. നെക്സ്റ്റ് നോർമൽ ബാർ ലെങ്ത് ആണ്. നോർമൽ ബാർ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് മൈനസ് ദിസ് കവർ പ്ലസ് ദിസ് ഹുക്ക് ലെങ്ത്സ്, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്രാങ്ക്ഡ് ബാർ ലെങ്ത്ത്, അത് 45 ഡിഗ്രിയാണ് നോർമലി തരുക. 45 ഡിഗ്രി ആങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് L മൈനസ് ദിസ് കവർ. ഈ ക്രാങ്ക്ഡ് ബാർ എന്ന് പറയുന്നത് ഈ ബാറാണ്. നോക്കാം, ഇങ്ങനെ ക്രാങ്ക് ചെയ്തു പോകുന്ന ബാറാണ് ക്രാങ്ക്ഡ് ബാർ. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ L മൈനസ് കവർ പ്ലസ് ഹുക്ക് ലെങ്സ് പ്ലസ് 0.422 ഇൻറ്റു ഡി ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് ഇതാ ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഏറോ മാർക്ക് കാണിച്ചിട്ടുള്ള, അതായത് ക്രാങ്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഇതാ ഈ ക്രാങ്ക് ചെയ്യുന്ന പോർഷൻ മുതൽ ഈ ക്രാങ്ക് ചെയ്യുന്ന പോർഷൻ, അതായത് ആ ഹൈറ്റ് ഇതാ ഈ ഡയമെൻഷനിൽ തന്നിട്ടുള്ളതാണ് ഈ 0.422 ഡിയിലെ ഡി. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്രാങ്ക്ഡ് ബാർ ലെങ്ത്ത് കിട്ടും. അത് 45 ഡിഗ്രീൻ്റെ ആണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് സ്റ്റിറപ്പ് ആണ്. നമ്പർ ഓഫ് സ്റ്റിറപ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് L മൈനസ് കവർ ഡിവൈഡഡ് ബൈ സ്പേസിങ്, സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് പ്ലസ് 1. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റിറപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമുക്കിപ്പം തന്നിരിക്കുന്നത് പറയുന്നത് ഫിഗറിൽ ഇത് സ്ട്രെയിറ്റ് ബാർ ഉണ്ട്, ക്രാങ്ക്ഡ് ബാർസ് ഉണ്ട്, ദെൻ സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് ഡിഫറെൻ്റ് ആണ്. സപ്പോർട്ടിൽ സ്പേസിങ് കുറവാണ്, ബട്ട് സെൻറ്ററിൽ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷണൽ വ്യൂ, അതായത് എ എന്ന സെക്ഷൻ. എ എന്ന് പറയുമ്പം സെൻറ്ററിലെ സെക്ഷനാണ്. സെൻറ്ററിലെ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. അതായത് മുകളിൽ 2 സ്ട്രെയിറ്റ് ബാറും താഴേക്ക് വരുമ്പോൾ 1 2 3 4 4 ബാർസുമാണ് ഉള്ളത്. ഓക്കെ, ഇനി സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ സപ്പോർട്ടിലാണുള്ളത്. സോ സപ്പോർട്ടിലെ സെക്ഷണൽ വ്യൂ എന്ന് പറയുമ്പം മുകളിൽ 1 2 3 4 ദെൻ താഴെ 1 2 ആണ്. സോ ഈ 2 സെക്ഷൻ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്ന ഫിഗർ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ബാർ ക്രാങ്ക് ചെയ്ത് പോകുന്നുണ്ട്, ക്രാങ്ക്ഡ് ബാർസ് ഉണ്ട് നമുക്ക്. അപ്പോൾ സെൻറ്ററിലെത്തുമ്പം ആ ക്രാങ്ക്ഡ് ബാർ താഴെ എത്തി, സപ്പോർട്ടിലെത്തുമ്പം അത് മുകളിലെത്തി. ക്രാങ്ക്ഡ് ബാർ അങ്ങനെയല്ലേ ഉണ്ടാവുക പൊതുവെ, അതായത് മുകളിൽ, അതായത് സപ്പോർട്ടിൽ മേലെയായിരിക്കും ഉണ്ടാവുക, അത് സെൻറ്ററിലെത്തുമ്പം താഴേക്ക് വരും, തിരിച്ചാദ്യം സപ്പോർട്ടിലെത്തുമ്പോൾ മേലേക്ക് പോകും. സോ ഇവിടെ ക്രാങ്ക്ഡ് ബാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും.
ബിക്കോസ് ഇതാ സപ്പോർട്ടിൽ 2 ബാറാണുള്ളത്, അത് സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ ആ 2 ബാർ താഴെ എത്തി. സോ ക്രാങ്ക്ഡ് ബാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ദെൻ സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് തന്നിട്ടുണ്ട്. അത് മിഡിൽ പോർഷനിൽ 30 സെൻറ്റിമീറ്ററാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് സ്പേസിങ്. നെക്സ്റ്റ് അത് ഷിയർ സ്പാൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ടിൽ 20 സെൻറ്റിമീറ്ററാണ് സ്പേസിങ് തന്നിട്ടുള്ള സ്റ്റിറപ്പിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ടേബിൾ പ്രിപ്പയർ ചെയ്യണം. പർട്ടിക്കുലേറ്റ്സ്, നമ്പർ, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, റീമാർക്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ബാർസ് ആണ്. ടോപ്പ് ബാർസ് ഓഫ് വെയിറ്റ് 0.89 kg/m. വെയിറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. d²/162.2. ഇവിടെ 12 mm ആണ്. ഡീൻ്റെ അടുക്ക d² അടുക്ക എന്ത് വരും? 12²/162.2. ഓക്കെ, സോ ഇതാണ് ടോപ്പ് സ്ട്രെയിറ്റ് ബാറാണ്. ടോപ്പ് സ്ട്രെയിറ്റ് ബാർ 12 mm ഡയമീറ്റർ ബാർസ് ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതാ സ്റ്റിറപ്പ് ഹോൾഡർ 2 numbers 12 mm. ഇതാ ഈ ബാർസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടാണ്. നെക്സ്റ്റ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞത് ദാറ്റ് ഈസ് ഓവറോൾ ലെങ്ത്ത്, ദാറ്റ് ഈസ് 4.4 മൈനസ് കവർ, ദാറ്റ് ഈസ് 2 × 0.025 പ്ലസ് ഹുക്ക് ലെങ്ത്ത് ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. സോ ഹുക്ക് ലെങ്ത് എന്ന് പറയുന്നത് 6D ആയിരിക്കും. ദാറ്റ് ഈസ് 6 × 0.012 × 2 ബിക്കോസ് 2 സൈഡിലും ഹുക്ക് ഉണ്ട്. സോ ഇൻറ്റു 2. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 4.5 കിട്ടും. സോ ലെങ്ത് എന്ന് പറയുന്നത് 4.5. നെക്സ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കിലോഗ്രാമിലാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തത് 2 × 4.5. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. ദാറ്റ് ഈസ് 9. ദാറ്റ് ഇൻറ്റു ദിസ് 0.89. ഓക്കെ, അതായത് ഒരു മീറ്ററിൽ 0.89 kg ആണുള്ളത്. സോ 9 മീറ്ററിൽ എത്ര kg ഉണ്ടാവും? ദാറ്റ് ഈസ് 9 × 0.89 വിച്ച് ഈസ് 8 kg. ഓക്കെ, നെക്സ്റ്റ് ബോട്ടം ബാർസ് ആണ്. ബോട്ടം ബാർസും 12 mm തന്നെയാണ്. നമ്പർ എന്ന് പറയുന്നത് 1, 2 ആണിത്. 1, 2 നമ്പർ 2 ആണ്. ലെങ്ത്ത് സെയിം ലെങ്ത്ത് തന്നെ 4.5. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 × 4.5 × 0.89 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, നെക്സ്റ്റ് 16 mm ക്രാങ്ക്ഡ് ബാർസ് ആണ്. ക്രാങ്ക്ഡ് ബാർസ് 16 mm ആണ് തന്നിട്ടുണ്ട്. ഇതാ 2 നമ്പർ ആണുള്ളത്. 2 numbers മെയിൻ ക്രാങ്ക്ഡ് ബാർസ് ആണ്. ഇതാ 2 നമ്പർ ക്രാങ്ക്ഡ് ബാർസ് ആണുള്ളത്. സോ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. നെക്സ്റ്റ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്. ദാറ്റ് ഈസ് ഓവറോൾ ലെങ്ത്ത്, ദാറ്റ് ഈസ് 4.4 മൈനസ് കവർ 2 × 0.025 പ്ലസ് ഹുക്ക് ലെങ്ത്ത് ക്രാങ്ക്ഡ് ബാർ 90 ഡിഗ്രിയാണ് ഹുക്ക്. സോ 60 ബോത്ത് സൈഡ് ആകുമ്പോൾ 2 × 6 × 0.012 പ്ലസ് എന്താണ് 0.422 × ദിസ് D. ഈ D അത് 0.422 × D ആണ്. ആ D എന്ന് പറയുന്നത് എത്രയായിരിക്കും? കവർ രണ്ടിൻ്റെയും കവർ മൈനസ് ചെയ്യണം ഓവറോൾ ഡെപ്തിൻ്റെ. അതായത് ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് 40 ആണ്. ദിസ് 40 മൈനസ് ദിസ് കവർ ദ കവർ 2.5 ആണ്. സോ 40 മൈനസ് 2.5 മൈനസ് 2.5 അതാണ് ഇവിടെ തന്നിട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് 0.35. ഓക്കെ, അത് മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 35 സെൻറ്റിമീറ്റർ വരും. മീറ്ററിലാക്കുമ്പോൾ 0.35 മീറ്റർ വരും. ദാറ്റ് ഈസ് 0.42 × 0.35. അത് 2 × 2 ചെയ്യണം ബിക്കോസ് ഇവിടെ 2 ക്രാങ്ക്ഡ് പോർഷൻ ഉണ്ട്. സോ ഇൻറ്റു 2. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.8 വരും. സോ 2 × 4.8 × വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1.57. ദാറ്റ് ഈസ് 15.072 kg. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റിറപ്പാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റിറപ്പ് അറ്റ് സെൻറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് സ്പേസിംഗ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്.
സ്പേസിംഗ് ഉള്ളത്. സോ ഫസ്റ്റ് നമ്മൾ നമ്പർ കണ്ടുപിടിക്കണം. സോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ സെൻറ്റർ പോർഷനിലെ ലെങ്ത് അറിയണം. ദാറ്റ്സ് ഇത് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടം മുതൽ ഇവിടം വരെയാണ് സ്പേസിങ് 30 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ലെങ്ത് അറിയണം. ദാറ്റ് ഈസ് 400 മൈനസ് ഈ 75 മൈനസ് ദിസ് 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് കിട്ടും. അതായത് 30 സെൻറ്റിമീറ്റർ സ്പേസിങ് കൊടുത്തിട്ടുള്ള സ്റ്റിറപ്പിൻ്റെ ദൂരം എത്ര ലെങ്ത്തിലാണ് ഈ 30 സെൻറ്റിമീറ്റർ സ്പേസിങ് ഉള്ള സ്റ്റിറപ്പ് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയും. ദാറ്റ് ഈസ് 400 മൈനസ് 75 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 1. അതാണ് സ്റ്റിറപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്പർ എന്ന് പറയുന്നത് 10 വരും. ഇവിടെ നമ്മൾ കവർ മൈനസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് സെൻറ്റർ പോർഷനിലാണ് ഉള്ളത്. സെൻറ്റർ പോർഷനിലുള്ളത് കൊണ്ട് ഇവിടെ കവർ ഉണ്ടാവില്ല ഒരിക്കലും. സോ കവർ ഇല്ലാതെ ജസ്റ്റ് നോർമലായിട്ട് ആ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ്, എത്ര സ്പേസിംഗ് ആണ് തന്നിട്ടുള്ളത്, പ്ലസ് 1 ചെയ്താൽ മതി. സോ നമ്പർ എന്ന് പറയുന്നത് 10 കിട്ടി. ഇനി ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഇതാണ് സ്റ്റിറപ്പ്. ഈ ചുറ്റുമുള്ള ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഫസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം 40 ആണ്, മൈനസ് ദിസ് 2 കവർ. ഓക്കെ, ദെൻ ഈ ലെങ്ത്താണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഇത് മൊത്തം 25 ആണ്, അത് മൈനസ് ദിസ് 2 കവർ. ദെൻ ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസും, ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസും, പ്ലസ് ദിസ് ഹുക്ക് ലെങ്സും. ഓക്കെ, ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു 0.4 മൈനസ് കവർ പ്ലസ് 0.25 മൈനസ് 2 കവറും പ്ലസ് 24 ഇൻറ്റു ഡി. ബിക്കോസ് 24 എന്ന് ഇവിടെ വരാൻ കാരണം ഇവിടെ 2 ഹുക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഹുക്ക് ലെങ്ത് എന്ന് പറയുന്നത് 12D ആണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് 135 ഡിഗ്രിയുടെ കേസിനാണ്. നോർമലി സിറപ്പ് 135 ഡിഗ്രി ആണ് ഉണ്ടാവുക ഹുക്ക് ലെങ്ത്. സോ 2 ഇൻറ്റു 12 ഇൻറ്റു ഡി ആണത്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 1.29 കിട്ടി. സോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 ഇൻറ്റു 1.29 ഇൻറ്റു ദ വെയിറ്റ് പെർ മീറ്റർ എത്രയാണ്? 0.39. ദാറ്റ് ഈസ് 5.16 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിറപ്പ് അറ്റ് സപ്പോർട്ടാണ്. അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് സ്പേസിങ്. ഓക്കെ, ഇനി അതിൻ്റെ നമ്പറാണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് നോക്കണം. ഇവിടെ നമുക്കറിയാം 75ഉം ഈ 20യും, അതായത് 20 പ്ലസ് 75 എന്ന് പറയുന്നത് 95 വരും. ഈ 95ഉം ഈ 95 ഡിസ്റ്റൻസിലാണ് എന്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കവർ മൈനസ് ചെയ്യണം. ബിക്കോസ് ഇത് ഈ സ്റ്റാർട്ടിങ് പോർഷനിലാണ്, സപ്പോർട്ട് പോർഷനിലുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കവർ മാത്രമേ നമ്മൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ 75 പ്ലസ് 20 മൈനസ് ദിസ് കവർ, ദാറ്റ് ഈസ് 0.025. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത് കിട്ടും. ദെൻ ഡിവൈഡ് ഇറ്റ് ബൈ സ്പേസിങ്. സ്പേസിങ് എത്രയാണ്? 20. പക്ഷേ ഇവിടെ നമ്മൾ +1 ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ആ +1, അതായത് ആ സ്റ്റിറപ്പ് നമ്മൾ ഓൾറെഡി സെൻറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാണിച്ചു തരാം. അതായത് +1, ഇത് +1 കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള സ്റ്റിറപ്പിൻ്റെ നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ +1 ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിറപ്പും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ബട്ട് ഇൻക്ലൂഡ് ചെയ്ത ഒരു എക്സ്ട്രാ സ്റ്റിറപ്പായി, അത് നമുക്ക് ആവശ്യമില്ല. ബിക്കോസ് ഈ സ്റ്റിറപ്പ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഈ സെൻറ്റർ പോർഷനിൽ. സോ +1 കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്പർ എന്ന് പറയുന്നത് 5 വരും. സോ ബോത്ത് സൈഡിലും സെയിം ആണ്. സോ 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് 10. ദെൻ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഇൻറ്റു 1.29 ഇൻറ്റു എത്രയാണ്? 0.39 ആണ്. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 5.16 കിലോഗ്രാം എന്ന് വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ അതിനായിട്ട് ഇതുപോലൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. സോ ഫസ്റ്റ് വൺ എന്ന് പറയുക ഡിസ്ക്രിപ്ഷൻ ഓഫ് റീബാർ ആണ്. നെക്സ്റ്റ് ഷേപ്പ് ഓഫ് റീബാർ ആണ്. പിന്നെ ലെങ്ത്ത്, നമ്പർ, ടോട്ടൽ ലെങ്ത്ത്,
then weight per meter, then total weight. Okay, so first നമ്മൾ ബോട്ടം ബാർ സ്ട്രെയിറ്റ് 12 mm ഡയമീറ്റർ ആണ്. അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെയാണ് ഷേപ്പ് ഉണ്ടാവുക. ദെൻ ലെങ്ത് എന്ന് പറയുന്നത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് മുന്നേ, ദാറ്റ് ഈസ് 4.5. ദെൻ നമ്പർ 2 ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 വരും. ദെൻ വെയിറ്റ് പെർ മീറ്ററും കാൽക്കുലേറ്റ് ചെയ്യാൻ 0.89. സോ ടോട്ടൽ വെയിറ്റ് ദാറ്റ് ഈസ് 9 × 0.89 ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. ദെൻ ബെൻഡപ്പ് ബാർ ആണ്, 60 mm ഡയമീറ്റർ ആണ്. ഇതായിരിക്കും ക്രാങ്ക്ഡ് ബാറിൻ്റെ ഷേപ്പ്, ബെൻഡപ്പ് ബാറിൻ്റെ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.8 ആണ്, കാൽക്കുലേറ്റ് ചെയ്തതാണ്. നമ്പർ എന്ന് പറയുന്നത് 2. ടോട്ടൽ ലെങ്ത് 9.6 ആവും. വെയിറ്റ് പെർ മീറ്റർ 1.57 ആണ്. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 9.6 × 1.57, ദാറ്റ് ഈസ് 15.072. നെക്സ്റ്റ് ടോപ്പ് ബാർ ആണ്, 12 mm ഡയമീറ്ററിൻ്റെ. അതിൻ്റെ ഷേപ്പ്, ലെങ്ത് 4.5 ആണ്, നമ്പർ 2 ആണ്, ടോട്ടൽ ലെങ്ത് 9 വരും. ദെൻ വെയിറ്റ് പെർ മീറ്റർ എന്ന് പറയുന്നത് വെയിറ്റ് പെർ മീറ്റർ എന്ന് പറയുന്നത് 0.89 വരും. സോ 0.89 × 9 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ദാറ്റ് ഈസ് 8 വരും. ദെൻ സ്റ്റിറപ്പാണ്, ഡയമീറ്റർ 8 ആണ്. ഇതാണ് ഷേപ്പ്. ലെങ്ത് എന്ന് പറയുന്നത് 1.29 ആണ്. നമ്പർ എന്ന് പറയുന്നത് 20 വരും. ബിക്കോസ് സപ്പോർട്ടിലെ 10ഉം സെൻറ്ററിലെ 10ഉം അത് രണ്ടും പ്ലസ് ചെയ്യും. ഓൾ സ്റ്റിറപ്പ് ആണ്, ടോട്ടൽ സ്റ്റിറപ്പാണിത്. സോ നമ്പർ എന്ന് പറയുന്നത് 20 വരും. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 25.8. ദെൻ വെയിറ്റ് പെർ മീറ്റർ എന്ന് പറയുന്നത് 0.4 ആണ്. സോ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 10.32. ദെൻ ടോട്ടൽ ഫുള്ള് എത്ര വെയിറ്റ് സ്റ്റീൽ നമുക്ക് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 8 + 15.072 + 8 + 10.32, ദാറ്റ് ഈസ് 41.39. ഇതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.